ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയുടെ കഥയാണ്. ഓണം വ്ലോഗ് ഇടുന്നതിന് മുന്നേ ഈ വ്ലോഗ് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇത് ചാടിക്കയറി വോയിസ് ഓവർ ചെയ്യുന്നത്. ഇത്രയും ദിവസം തൊണ്ടശ്ശേരിയിലായിരുന്നു. മുടിയും പറപ്പിച്ചുകൊണ്ട് എൻ്റെ റൂംമേറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന കാണാൻ എന്ത് രസമാണ്. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി യുആൻഡയിൽ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ ശേഷം ഓടിപ്പാഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലെത്തി. കോസ്റ്റ്യൂമൊന്നും ചെറുങ്ങനെ മാറ്റി ഫുഡും കഴിച്ച് നമ്മൾ നേരെ വിട്ടത് പുതുവൈപ്പ് ബീച്ചിലേക്കായിരുന്നു. അപ്പോൾ ആദ്യം പുതുവൈപ്പ് ബീച്ചിനടുത്ത് തന്നെയുള്ള ലൈറ്റ് ഹൗസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ലൈറ്റ് ഹൗസ് കയറുന്നത്. അപ്പോൾ ഓരോ വളവ് കഴിയുമ്പോഴും ആവശ്യത്തിലധികവും സ്റ്റെപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് മുകളിലേക്ക് കയറി എത്തുമ്പോഴത്തേനും എല്ലാവരും നല്ല രീതിയിൽ എന്താ പറയുക കിതച്ചിരുന്നു ഗൈസ്. എല്ലാവർക്കും ഭയങ്കര സ്റ്റാമിനയായിരുന്നേ. അപ്പോൾ മുകളിലെത്തിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. സോ അവിടെ നമ്മൾ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസ് വെറുതെ ചുമ്മാ എടുത്ത് ഇവിടെ ചുമ്മാ ഇരുന്ന് കുറേ വർത്തമാനം പറഞ്ഞ് നമ്മൾ പിന്നെയും താഴോട്ടിറങ്ങി. അപ്പോൾ പിന്നെ നടന്നത് നേരെ ബീച്ച് ലക്ഷ്യമാക്കിയായിരുന്നു. സോ സൺസെറ്റായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ ബീച്ച് ലക്ഷ്യമായിട്ട് നടന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ എന്തോ ഒരു ചെറിയൊരു കുളമോ കാനാലോ എന്തോ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പട്ടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. ബീച്ച് കണ്ടപ്പോൾ അവന് എന്താ പറയുക, കീവിട്ട പാവയെ പോലെ അങ്ങ് ചാടി തുള്ളിപ്പോവുമായിരുന്നു. അപ്പോൾ ബീച്ചിൽ കുറേ അറമതിച്ചതിന് ശേഷം ഏതോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു റീല് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. എന്തോ ആണ് ഉദ്ദേശിച്ചത്, അപ്പോൾ അത് പാളിപ്പോയി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഓരോ എന്താ പറയുക ഉന്മാദത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ വെറുതെ അവിടെ നിന്ന് ആൾക്കാരെ ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി വെറുതെ ആർപ്പ് വിളിച്ചുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റ് അത് അടിപൊളി സൺസെറ്റായിരുന്നു ഗൈസ്. അപ്പോൾ സൂര്യനെ പിടിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടി അങ്ങോട്ട് നടന്നു പോകാമെന്നും പറഞ്ഞ് മലന്ന് തട്ടി വെള്ളത്തിൽ വീണു. അപ്പോൾ ഫോണും വെള്ളത്തിൽ ചെറുതായിട്ടൊന്നും മുങ്ങി, അല്ല ഫോണിനെ ഒന്ന് കുളിപ്പിച്ചെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ച് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ പോയി. അപ്പോൾ ചായ കുടിക്കാൻ പോകുന്ന വഴിക്ക് ഇവൻ്റെ അമൃതം പൊടി പ്രൊജക്റ്റിൻ്റെ കഥയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ നമ്മളൊരു കോളിഫ്ലവറും പിന്നെ അതുപോലെ മുളക് വെച്ച് ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഇത് എന്താ പറയുക റോളർ കോസ്റ്റർ കയറാൻ വേണ്ടി പോയതായിരുന്നു. റോളർ കോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വൈകിട്ടത്തെ കൊച്ചിയിലത്തെ ബസ് ഗൈസ്. അപ്പോൾ ഫ്രണ്ട് സീറ്റായിരുന്നു എനിക്കും എൻ്റെ സ്വന്തം റൂമേറ്റിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് വേഗം തന്നെ നമ്മൾ എത്തേണ്ടടുത്ത് എത്തിച്ചു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പോൾ നമ്മൾ സലീം ഖാൻ്റെ ബിരിയാണി കടയിൽ നിന്ന് നല്ല ബിരിയാണി അടിച്ച്, അപ്പോൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബയോടെക്കിലെ പിള്ളേർക്ക് എന്താ പറയുക ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ കുസാരിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിക്ക് ഇമ്മാനുവലിൻ്റെ ചെരുപ്പ് അങ്ങ് പൊട്ടിപ്പോയി. നമ്മൾ തിരിച്ച് ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ